ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് ഫ്ലേവർ സ്റ്റുഡിയോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സൂഫ്ലെ പാൻ കേക്ക് ആണ്. പേര് പോലെ തന്നെ ഇത് സാധാരണ പാനിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്ക് തന്നെയാണ്. ഇതൊരു ജാപ്പനീസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ മുട്ട ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പൊ ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് ടേസ്റ്റിയും ഫ്ലഫിയും ഹെൽത്തിയുമായ സൂഫ്ലെ പാൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, 2 ടേബിൾ സ്പൂൺ പാല്, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി 4 ടേബിൾ സ്പൂൺ അരിച്ചെടുത്തതായിരിക്കണം, വാനില എസൻസ് 1/2 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് പാൻ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒട്ടും നനവില്ലാത്ത ബൗളിലേക്ക് മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് യോജിപ്പിക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി 3 ബാച്ചസ് ആയിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ ബൗള് മാറ്റി വെക്കാം. അടുത്തതായി മെറിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിക്കാം. ഇനി അതുമല്ലെങ്കിൽ 2 ഫോർക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് ഉപയോഗിച്ചാലും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് ബീറ്റ് ചെയ്യാം. നാരങ്ങ നീര് ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടാനും അതുപോലെ വോളിയം പെട്ടെന്ന് കൂടാനും ആണ്. ഇതിലേക്ക് 3 ബാച്ചസ് ആയി പൊടിച്ച പഞ്ചസാര ചേർത്ത് നല്ല സ്റ്റിഫ് ആകുന്നത് വരെ ബീറ്റ് ചെയ്യാം. മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് പീക്സ് ആക്കുന്നതിനെയാണ് മെറിംഗ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പീക്സ് കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എഗ് വൈറ്റ് എടുക്കുന്ന ബൗളും അതുപോലെ അത് ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന വിസ്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ ഒട്ടും നനവും ഉണ്ടാവാൻ പാടില്ല. ഇനി അതുപോലെ തണുത്ത ഒരു ബൗളിൽ ആണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് സ്റ്റിഫ് പീക്ക് കിട്ടും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഐസ് ബാത്തിൽ ബൗൾ ഇറക്കി വെച്ചിട്ട് ബീറ്റ് ചെയ്താലും പെട്ടെന്ന് സ്റ്റിഫ് പീക്സ് കിട്ടും. ഇതുപോലെ സ്റ്റിഫ് പീക്സ് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇങ്ങനെ ബൗള് കമത്തി പിടിച്ചാലും ഒട്ടും താഴെ വീഴാത്ത പരുവം വേണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബൗളിലേക്ക് മുട്ടയുടെ വെള്ള പതിപ്പിച്ചത് കുറച്ചായിട്ട് ചേർക്കണം. അത് ഇതുപോലെ ഒരു സ്പാറ്റുലയുടെ സഹായത്തിൽ ഫോൾഡ് ചെയ്ത് വേണം ചേർക്കാൻ. ഓവർ മിക്സിംഗ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. അടുത്ത സ്റ്റെപ്പ് പാനിൽ ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ചൂടാക്കിയ പാനിലേക്ക് എണ്ണ തടവിയ ശേഷം ഓരോ സ്കൂപ്പ് പാൻ കേക്ക് ബാറ്റർ ഒഴിക്കണം. ഈ പാൻ കേക്ക് പരത്താൻ പാടില്ല. ഇത് സ്റ്റാക്ക് ചെയ്ത് ഹൈറ്റിൽ ഉണ്ടാക്കുന്ന ഒരു പാൻ കേക്ക് ആണ്. സാധാരണ ഇതിനായിട്ട് ഒരു ഐസ്ക്രീം സ്കൂപ്പർ ആണ് യൂസ് ചെയ്യാറ്. പക്ഷെ എല്ലാവരുടെയും കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു തവി ഉപയോഗിച്ചും ചെയ്യാം. അതിനായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ 2 തവി പാൻ കേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കും. ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും ഒരു സ്കൂപ്പോടെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇടും. അപ്പൊ അത് ഒരുപാട് പരന്നു പോവാതെ കിട്ടും. ഓരോ പ്രാവശ്യവും ലിഡ് തുറക്കുമ്പോഴും കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇതൊരു സ്റ്റീമിംഗ് എഫക്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നാലാണ് പാൻ കേക്കിന്റെ ഉൾവശം നന്നായിട്ട് വേവുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഫ്ലിപ്പ് ചെയ്യാവുള്ളൂ. അടിവശത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ കാണുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവും. ഇതേപോലത്തെ ഒരു ഷെയ്ഡ് ആയിരിക്കണം, ഗോൾഡൻ ബ്രൗൺ കളർ ആയിരിക്കണം. എന്നിട്ട് വീണ്ടും വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റോടെ കഴിഞ്ഞപ്പോഴേക്കും കുക്കായി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൻ കേക്ക് റെഡിയായി. എനിക്കിവിടെ 2 മുട്ട ഉപയോഗിച്ച് 4 പാൻ കേക്കാണ് കിട്ടിയത്. ഇതുപോലെ ഫ്രൂട്ട്സും ചെറിയ സ്ലൈസ് ബട്ടറും മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ തേനുമായി കഴിക്കുമ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നത്. ഞാനിവിടെ കുറച്ച് ആപ്രിക്കോട്ട്സും കിവിയുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു.